A equal to ABCD ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ എയുടെ സാധ്യമായ മൂല്യം എന്ത്? അപ്പോൾ ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ A ഇൻറ്റു A ട്രാൻസ്പോസ് ഈക്വൽ ടു I അല്ലെങ്കിൽ A ഈക്വൽ ടു A ട്രാൻസ്പോസ് എന്നാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. ABCD ഇൻറ്റു എയുടെ ട്രാൻസ്പോസ് ACBD ഈക്വൽ ടു 1001. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. A സ്ക്വയർ പ്ലസ് B സ്ക്വയർ AC plus BD C square plus D square equal to 1001. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എയുടെ വാല്യൂ മാത്രം മതി. അപ്പോൾ എ ഉള്ള ഏതെങ്കിലും ഒരു ഇതെടുത്ത് ഇക്വേറ്റ് ചെയ്താൽ മതി. A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഈക്വൽ ടു 1 എടുത്തു. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം കൂടെ ഇങ്ങനെ വരുന്ന കേസിൽ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഈക്വൽ ടു 1 ഇങ്ങനെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് റിയൽ എൻട്രീസ് ആയിരിക്കും വരുന്നത്, റിയൽ നമ്പേഴ്സ് ആയിരിക്കും വരുന്നത് ഉറപ്പായിട്ടും. അപ്പോൾ ഇപ്പൊ എ നമ്മൾ 8 ആയിട്ട് ചൂസ് ചെയ്യുകയാണെന്ന് വെച്ചു. 8 ആയിട്ട് ചൂസ് ചെയ്താൽ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു ഇത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ ബിക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കേണ്ടി വരും. അപ്പൊ 8 പോസിബിൾ അല്ല, അതുപോലെ തന്നെ 4 പോസിബിൾ അല്ല, 2 പോസിബിൾ അല്ല. കാരണം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ബി അപ്പൊ 1 കിട്ടണമെങ്കിൽ ബിക്ക് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് ചൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ റിയൽ നമ്പേഴ്സ് ആണ് വരേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 1/√2 ആണ് ആൻസർ വരുന്നത്. ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ശരി എന്നാണ്. ഫസ്റ്റ് ഓപ്ഷനിൽ എഫും എഫ് ഡാഷും ഡിഫറൻഷ്യബിൾ ആണ്. രണ്ടാമത്തേതിൽ എഫും എഫ് ഡാഷും ഡിഫറൻഷ്യബിൾ അല്ല. സിയിൽ എഫ് ഡിഫറൻഷ്യബിൾ ആണ്, എഫ് ഡാഷ് ഡിഫറൻഷ്യബിൾ അല്ല, ഡി ഇവയൊന്നും അല്ല. അപ്പൊ ഡിഫറൻഷ്യബിൾ എന്നുള്ള കേസ് ആണ് ഇവിടെ നോക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എഫ് ഡിഫറൻഷ്യബിൾ ആണോ നോക്കുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഓരോ ഓപ്ഷൻസിനെ കട്ട് ചെയ്യാം. നോക്കുമ്പോൾ തന്നെ എഫിന്റെ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ എഫ് ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് കിട്ടുന്നത്. അപ്പോൾ രണ്ട് ഓപ്ഷൻ ആണ് ഡിഫറൻഷ്യബിൾ അല്ല എന്നൊരു കേസ്, ഒന്നെങ്കിൽ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഡിയിൽ വരാൻ ചാൻസ് ഉണ്ട്. എഫ് ഡിഫറൻഷ്യബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എഫ് ഡാഷും ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. 3x square minus 10xy plus 3y square plus 14x minus 2y plus 3 equal to 0 എന്ന സമവാക്യം പ്രതിനിധീകരിക്കുന്നത് ഏതിനെയാണ്? എലിപ്സ്, സർക്കിള്, പരാബോള, ഹൈപ്പർബോള. ജസ്റ്റ് അതിന്റെ ജനറൽ ഫോം ഒന്ന് എഴുതി നോക്കാം. ax square plus 2hxy plus hy square plus 2gx plus 2fy plus c equal to 0. ഇതിനകത്ത് ഓരോ കറസ്പോണ്ടിങ് ടേംസിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. a എന്ത് വരും? 3. ബി എന്ന് പറയുന്നത് 3, സി 3 തന്നെ വരും. പിന്നെന്താണ്? എച്ച് എന്ന് പറയുമ്പോൾ 2h ആണ് 10, അപ്പൊ h എന്തായിരിക്കും? -5. പിന്നെ ജി എന്ന് പറയുന്നത് 2g ആണ് 14, സോ ജി എന്ന് പറയുന്നത് 7. എഫ് എന്ന് പറയുമ്പോൾ 2fi ആണ് -2y, 2f ആണ് -2, ദാറ്റ് ഈസ് എഫ് എന്ന് പറയുമ്പോൾ -1 എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ h സ്ക്വയർ മൈനസ് എ ബി ചെയ്ത് നോക്കുക. അപ്പൊ എന്ത് വരും? h സ്ക്വയർ മൈനസ് y സ്ക്വയർ 25 മൈനസ് 3 ഇൻറ്റു 3, ദാറ്റ് ഈസ് 25 മൈനസ് 9 ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 അല്ലേ കിട്ടുന്നത്? ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടുന്നതെങ്കിൽ അതെന്താണ്? ഹൈപ്പർബോള ആയിരിക്കും. ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങളോട് പറയാം. അപ്പൊ h സ്ക്വയർ മൈനസ് എ ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഹൈപ്പർബോള ആയിരിക്കും. അതുപോലെ രണ്ട് കണ്ടീഷനോട് വരുമല്ലോ. h സ്ക്വയർ മൈനസ് എ ബി ലെസ് ദാൻ 0 ആണെങ്കിൽ അത് എലിപ്സ് ആയിരിക്കും. പിന്നെ h സ്ക്വയർ മൈനസ് എ ബി ഈക്വൽ ടു 0 ആണെങ്കിൽ പരാബോള ആയിരിക്കും.